ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ നട അടയ്ക്കും വരെ 80,984 പേരാണ് സന്നിധാനത്തെത്തിയത്. ഇന്നും രാവിലെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 7 മണി വരെ 24,592 പേരാണ് സന്നിധാനത്തെത്തിയത്. മരക്കൂട്ടം മുതൽ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, വിവരങ്ങൾ എങ്ങനെയാണ് ശബരിമലയിൽ നിന്നും? അവധി ദിവസങ്ങളാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ മരക്കൂട്ടത്തിനും താഴേക്ക് അയ്യപ്പന്മാരുടെ വരി നീണ്ട ഒരു സാഹചര്യമാണുള്ളത്. ശബരിപീഠം മുതൽ ആളുകളെ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഉള്ളിലേക്ക് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. മണിക്കൂറിൽ 4000-ഓളം പേര് 18-ാം പടി കയറ്റുന്നുണ്ട്. പക്ഷേ എങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടില്ല പൂർണ്ണമായിട്ടും. അതേ ഒരു സാഹചര്യത്തിൽ മിക്ക പരമ്പരാഗത പാതയിലൊക്കെ ആളുകളെ നിയന്ത്രിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇന്നും നാളെയും 80,000-ലധികം അയ്യപ്പന്മാർ സന്നിധാനത്ത് എത്തും എന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് ഉള്ളത്. 1,00,000-ഓളം അയ്യപ്പന്മാർ എത്താനുള്ളൊരു സാധ്യത ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും തിരക്കുണ്ടാകും. ഉച്ചയോടെ തിരക്ക് കുറഞ്ഞാലും വൈകുന്നേരത്തോടെ പമ്പയിൽ നിന്നും അയ്യപ്പന്മാരുടെ ഒഴുക്ക് വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ആ ഒരു സാഹചര്യം മുൻനിർത്തിയാണ് ഇപ്പോഴത്തെ മുന്നൊരുക്കങ്ങളുള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ 5-6 മണിക്കൂർ കാത്തു നിൽക്കേണ്ട തരത്തിലേക്കാണ് ആ തിരക്ക് ഉള്ളത്. അത് ഇതിലും കൂടുവാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇന്നലെ 80,000-ലധികം അയ്യപ്പന്മാർ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 2 ദിവസമായി അടുപ്പിച്ച് 80,000-ന് മുകളിലേക്ക് അയ്യപ്പന്മാർ എത്തുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം അവധി ദിവസങ്ങളാണ്. അതോടൊപ്പം തന്നെ മണ്ഡലം പകുതിയാകാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യം മുൻനിർത്തിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ 5-6 മണിക്കൂർ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അശ്വതി. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.